ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഹെഡ്ഗേവാർ രാജ്യത്തിനു നൽകിയ സേവനങ്ങൾ മഹത്തരമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വാജ്പേയി നരേന്ദ്രമോദി സർക്കാരുകൾ അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയില്ല? ജവഹർലാൽ നെഹ്റുവിനും എസ് രാധാകൃഷ്ണനും സി രാജഗോപാലാചാര്യയ്ക്കും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും കാമരാജിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും വരെ ലഭിച്ച ഭാരതരത്നയ്ക്ക് RSS സ്ഥാപക നേതാവിന് അർഹതയുണ്ടോ? വാജ്പേയി സർക്കാരിന്റെ കാലത്തു തന്നെ ഇങ്ങനെ വന്നൊരു നിർദ്ദേശം മാറ്റിവെച്ചത് എന്തുകൊണ്ട്? ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്താൻ ഒരിക്കലെങ്കിലും ഹെഡ്ഗേവാർ തയ്യാറായോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പൊതുപണം കൊണ്ടുവേണോ ഹെഡ്ഗേവാറിന് സ്മാരകം? RSS എന്ന ഹിന്ദു രാഷ്ട്രവാദ സംഘടനയ്ക്ക് ജന്മം നൽകി എന്നതല്ലാതെ കെ.ബി. ഹെഡ്ഗേവാർ എന്തു സംഭാവനയാണ് നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയത്? നമുക്ക് 1929 നിന്നും ആരംഭിക്കാം. എല്ലാവരോടും ത്രിവർണ പതാക ഉയർത്താൻ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ആഹ്വാനം ചെയ്തു. ഹെഡ്ഗേവാർ അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ബദൽ ദേശീയ പതാകയും ഉയർത്തി. 1930 ജനുവരി 21 RSS ശാഖകളിൽ കാവിക്കൊടി ദേശീയ പതാകയായി ഉയർത്തണം എന്നായിരുന്നു ഹെഡ്ഗേവാർ ആഹ്വാനം ചെയ്തത്. അതാണ് രാഷ്ട്രീയ ധ്വജം എന്ന് പ്രഖ്യാപിച്ച് ധ്വജ പ്രണാമവും പതിവാക്കി. 1981 RSS പ്രസിദ്ധീകരിച്ച ഹെഡ്ഗേവാറിന്റെ ലേഖനങ്ങളിൽ ഈ കത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് 1947 ഓഗസ്റ്റ് മാസം 14 RSS മുഖപ്രസിദ്ധീകരണമായ ഓർഗനൈസർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ത്രിവർണ പതാകയെ രാജ്യത്തെ ഹിന്ദുക്കൾ ഒരിക്കലും വണങ്ങില്ല എന്നായിരുന്നു ആ ലേഖനത്തിന്റെ കാതൽ. ത്രിവർണ പതാക രാജ്യത്തെ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ഈ ലേഖനം പറഞ്ഞു വെച്ചു. ത്രിവർണത്തിലെ 3 എന്നത് സാത്താനെ പ്രതിനിധീകരിക്കുന്ന അക്കമാണെന്നും ആ ലേഖനത്തിലുണ്ട്. ഈ 3 നിറങ്ങളും രാജ്യത്തെ പൗരന്മാർക്ക് അപശകുനമായി മാറുമെന്നും കാവിക്കൊടിയാണ് ഉയരേണ്ടതെന്നുമായിരുന്നു ആ ലേഖനം. ത്രിവർണ പതാക രാജ്യത്തെ അപകടത്തിലാക്കുമെന്നും ലേഖനം പ്രഖ്യാപിച്ചു. RSS സ്ഥാപിതമാകുന്നതിന് മുൻപ് 1921 ഹെഡ്ഗേവാർ ജയിലിൽ പോയിട്ടുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാന സമരകാലത്ത് അറസ്റ്റിലായ ഹെഡ്ഗേവാർ വലിയ പണം മുടക്കി അഭിഭാഷകനെ വാദിക്കാൻ വെച്ചു. അറസ്റ്റിലായാൽ കേസ് വാദിക്കരുത് എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം മറികടന്ന ഏക നേതാവായിരുന്നു ഹെഡ്ഗേവാർ. ബ്രിട്ടീഷ് ജയിലറായ സർ ജാദറുമായി അടുത്ത സൗഹൃദത്തിലായി എന്നാണ് ആത്മകഥയിൽ തന്നെ പറയുന്നത്. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ 11 കിലോ തൂക്കം വർദ്ധിച്ച് ജയിലിന് പുറത്തു വന്നു എന്നും അതേ ആത്മകഥ പറഞ്ഞു വെക്കുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തെങ്കിലും 1931 ഹെഡ്ഗേവാർ അറസ്റ്റിലായി ജയിലിലായി. CP ഫിഷിക്കർ എഴുതി RSS പ്രസിദ്ധീകരിച്ച ജീവചരിത്രത്തിൽ അതിനുള്ളൊരു കാരണം പറയുന്നുണ്ട്. ജയിലിലുള്ള കോൺഗ്രസുകാരിൽ നിന്ന് സംഘപ്രവർത്തകരെ കണ്ടെത്താനാണ് ജയിലിലായത് എന്നാണ് RSS പ്രസിദ്ധീകരിച്ച പുസ്തകം തന്നെ പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെ 100% തള്ളിക്കളഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെ സ്വാധീനിക്കാൻ പറ്റിയ സ്ഥലം ജയിലാണെന്ന് ഡോക്ടർ ജിക്ക് മനസ്സിലായി എന്നാണ് ജീവചരിത്രത്തിലെ വാചകം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലും പങ്കെടുക്കരുത് എന്ന് തന്നെയായിരുന്നു RSSന്റെ ആഹ്വാനം. ഗോൾവാൾക്കർ അത് തുറന്നു പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതും RSS തന്നെയാണ്. ഇന്ത്യ എന്നത് ഒരു സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാകണം എന്നാണ് RSS നയം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. അതിനാൽ RSS പങ്കെടുത്തില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. മുസ്ലിങ്ങളും ക്രൈസ്തവരും ബൗദ്ധരും ജൈനരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ആശയത്തോടെ RSSന് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മുൻപ് RSS പറഞ്ഞിരുന്നില്ല. സമീപകാലത്താണ് ഇവരെയൊക്കെ RSSന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ തുടങ്ങിയത്. കോൺഗ്രസ് നേതാക്കളൊക്കെ ജയിലിലായ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് VD സവർക്കറുടെ നേതൃത്വത്തിലുള്ള ഹിന്ദു മഹാസഭ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കാൻ ക്യാമ്പുകൾ നടത്തി. ഈ ക്യാമ്പുകൾ നടത്തിയ വിവരം സവർക്കറുടെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹെഡ്ഗേവാറും ഗോൾവാൾക്കറും പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരം ഒട്ടും സ്വീകാര്യമല്ലെന്ന് ഇരുവരും പലവട്ടം പറഞ്ഞു. നിരവധി ലേഖനങ്ങൾ എഴുതി. ഹിന്ദു രാഷ്ട്രം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന എന്നാണ് സവർക്കർ സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് പോലും. കോൺഗ്രസുകാരനായിരുന്ന കാലത്ത് ഹെഡ്ഗേവാർ ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും RSS നേതാക്കളായ ഗോൾവാൾക്കറും ദീൻദയാൽ ഉപാധ്യായും ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല. RSS സ്ഥാപിതമായ ശേഷം ഹെഡ്ഗേവാർ ജയിലിൽ പോയത് കോൺഗ്രസുകാരെ സ്വാധീനിക്കാനാണെന്നാണ് ആത്മകഥയിൽ പറയുന്നത്.
RSSO ഹെഡ്ഗേവാറുടെ ആത്മകഥയോ ജീവചരിത്രമോ ഒന്നും അവകാശപ്പെടാത്തതാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം. 15 വർഷത്തിലേറെ BJP രാജ്യം ഭരിച്ചിട്ടും രാജ്യത്തെ പരമോന്നത ബഹുമതികളൊന്നും ഹെഡ്ഗേവാറിന് നൽകിയിട്ടുമില്ല. ആ സാഹചര്യത്തിൽ പാലക്കാട് ഇങ്ങനെ ഒരു പേരിടുന്നതിന് അർത്ഥം ഒന്നേയുള്ളൂ: ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുക. RSS ആണ് രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് എന്നൊരു മിഥ്യാസങ്കല്പം മാത്രമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന BJP നേതാക്കൾ ഭരിക്കുന്നു എന്ന് മാത്രമേ രേഖകളിലുള്ളൂ. ഭരിക്കുന്നവർ RSSനെയാണ് അനുസരിക്കുന്നത് എന്നതുകൊണ്ട് RSS സ്ഥാപകന് പാലക്കാട് സ്മാരകം പണിയേണ്ടതുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.